നമ്മളിത് തയ്യാറാക്കി കൊടുക്കും. തയ്യാറാക്കി കൊടുക്കും. അത് ഉപ്പും എല്ലാം ഞാൻ പരുവത്തിലിട്ട് പാചകം ചെയ്ത് കൊടുക്കും. അതെ, ഇതില് ഉപ്പുണ്ടോന്നൊക്കെ അതൊക്കെ ഒരു പരുവത്തില് എടുക്കുമ്പോ അറിയാൻ പറ്റും. ഇതുവരെ രുചിച്ചു നോക്കിയിട്ടില്ല, എന്നാലും കറക്റ്റ് ഉപ്പ് പാകത്തിന് ചെയ്യും. ചില മക്കളും എല്ലാം കഴിക്കും, കൊച്ചുമക്കളും. പക്ഷെ അതൊരു കണക്കാ, അതൊരു കൈപണി, ഒരു കണക്കാ. അതില്ലേ കണക്കൊരു സാധനങ്ങള് നമ്മൾ ചേർക്കത്തില്ല. ഉപ്പ് മാത്രമല്ലല്ലോ അതിനകത്ത്, മുളകും മല്ലിപ്പൊടി മസാലയും അതെല്ലാം ഒരു കണക്കുണ്ട്. ഒറ്റ വെപ്പാണോ നമ്മുടെ ഇറച്ചി വെക്കുന്നത്? അതേ ഉള്ളൂ. ഇന്ന് ഇത്ര വെക്കുന്നുള്ളൂ. കട അടവൊക്കെ ഇല്ലയോ, അറിയാൻ പറ്റുമോ? ഓരോരുത്തമാര് വന്ന് ശല്യം ചെയ്താൽ അറിയത്തില്ലല്ലോ. സത്യമാക്കളെ, അതൊക്കെ ഭയം നമുക്ക് കേട്ടോ. പണ്ടത്തെ കാലമല്ല. ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പയും ബീഫും കിട്ടുന്ന അടിപൊളി സ്പോട്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ഒരു കട ഉണ്ടല്ലോ, ഇതൊരു പഴയൊരു കടയാണ്. ഇവിടെയാണ് ആ ഒരു കപ്പയും ബീഫിന്റെയും ഉറവിടം. ഈ ഒരു പഴയൊരു കടയാണ്, വർഷപ്പഴക്കമുള്ളൊരു കടയാണ്. ഇപ്പൊ ഇത് തൊട്ടടുത്ത ഒരു മതിലിനപ്പുറത്തോട്ടായി മാറ്റി പുതുതായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഈ കപ്പയും ബീഫും ഒന്ന് കഴിച്ചു പോകാം. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പുലിക്കോടാണ്, കൊല്ലം ജില്ലയിൽ പുലിക്കോട്, അതായത് തിരുവനന്തപുരം റോഡിലാണ്. എന്തായാലും നമുക്ക് ആ ഒരു കപ്പയും ബീഫും ഒന്ന് കഴിച്ചു പോകാം. നമ്മൾ തിരക്കി വന്ന ആ ഒരു കപ്പയും ഇറച്ചിയും കിട്ടുന്ന ആ സ്പോട്ടാണ്. തൊട്ട് ഒരു മതിലിന് ഇപ്പുറത്തോട്ടായിട്ട് മാറ്റി ഈ കാണുന്ന കപ്പയും ഇറച്ചിയാണ് ബോർഡ് കണ്ടല്ലോ. ഇപ്പൊ അതിന്റെ ഷീറ്റൊക്കെ ഇട്ട് വലിയൊരു കടയാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളാണെന്ന് അറിയാൻ പോകുന്നത്. ഒരുപാട് ചേട്ടന്മാരൊക്കെ കണ്ട് ഇവിടെ കപ്പയും ബീഫ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ടേ, ഈ ചേട്ടന്മാരെല്ലാം ബീഫും കപ്പയും കഴിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട് കപ്പയും ബീഫൊക്കെ ഇവിടുത്തെ? നല്ല സൂപ്പറാ. നമ്മള് 10 കിലോമീറ്റർ ഓടിയാ വരുന്നത്. 10 കിലോമീറ്റർ ഓടിയാ വരുന്നത്. എവിടുന്നാ വരുന്നത്? 10 കിലോമീറ്റർ അഞ്ചേന്ന് വരുവാ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സ്ഥിരം കഴിക്കുവോ? സ്ഥിരം നമ്മള് കഴിക്കുമ്പോ ഇവിടെ വരുന്ന കഴിക്കുന്നത്. തോന്നുമ്പോ അന്നേരം വണ്ടി എടുക്കുക, വരുവോ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? എന്താ ഇവിടുത്തെ ടേസ്റ്റില്? കപ്പയുടെയും നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാ, കൃത്രിമൊന്നുമില്ല, നാച്ചുറലാ. അതേ ഉള്ളു. അതിനാ ഇവിടെ വരുന്നത്, അതിനു വേണ്ടിയാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ എന്തായാലും വേണ്ടേ, ഇവിടെ ഈ കപ്പയും ബീഫും ഉണ്ടാക്കുന്ന അച്ഛനും അമ്മയുണ്ട്. ആ അച്ഛനും അമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവരാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള. ഇവിടുത്തെ കപ്പയും ബീഫും ഉണ്ടാക്കുന്ന അമ്മയാണിത്. ഈ അമ്മയുടെ കൈപ്പുണ്യമാണിത്. എത്ര വർഷമായി അച്ഛാ ഇത് തുടങ്ങിയിട്ട്? 35 വർഷമായി. ഇവിടെ ഇറച്ചിഞ്ചിനി തുടങ്ങിയിട്ട് 11 കൊല്ലമായതേ ഉള്ളൂ. 15 കൊല്ലമായി. ഇപ്പൊ നമ്മുടെ പഴയ കട അപ്പുറത്തല്ല. ഞാൻ ആദ്യം ആ പഴയ കടയിലാണ് പോയത്. അത് കട നമ്മുടെ സ്വന്തം അല്ലായിരുന്നു. അല്ല, ഇതും സ്വന്തം അല്ല മോനെ, ഇത് തറവാടകയാ. അതും തറവാടകയാ. അവിടുത്തെ അവർക്ക് വീട് കടയിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചതാ. നമ്മള് സ്വന്തം സ്ഥലമല്ല, കട നമ്മൾ സ്വന്തമാക്കി വെച്ചേക്കുന്നത്. ഈ കപ്പ നമ്മുടെ സ്വന്തം കപ്പയാണോ? അല്ല, കാശിട്ട് തീർന്നു. ഇനി പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കും. നമ്മുടെ നാട്ടിൻ പുറത്തുനിന്നൊക്കെ ഉള്ളത് വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുതരും. നമ്മള് പോവുകയല്ലോ. അപ്പൊ അച്ഛനാണ് കപ്പ വാങ്ങിച്ച് കൊണ്ടുവന്ന് ആരൊക്കെ അരിഞ്ഞ് ഇത് തയ്യാറാക്കുന്ന ആരാ? തയ്യാറാക്കുന്നത് ചെയ്യുന്നതല്ല, അമ്മയാണ് ഇതെല്ലാം തയ്യാറാക്കുന്നത്. ബീഫും എല്ലാം അച്ഛനെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. രാവിലെ 5 മണിക്ക് പോകും. അതല്ലേ? അതായത് രാവിലെ അന്നേരം എത്ര മണിക്കാണ് തുടങ്ങുന്നത്? രാവിലെ 6 മണിയാകുമ്പോ തുടങ്ങും. 9 മണിയാകുമ്പോഴത്തേക്ക് ചിരി ഇറച്ചിയാവും. അമ്മയുടെ പേരെന്തോ? കമലമ്മ. അച്ഛന്റെ? അമ്മ രാവിലെ 5 മണിയാകുമ്പോഴത്തേന് വരുമോ? അത് എത്ര മണിയാകുമ്പോ വീട്ടിൽ നിന്ന്? 5 മണിക്ക് ഇറങ്ങും. വീട്ടിൽ നിന്ന് ആട്ടോ വിളിച്ച് വന്ന് കൈകാട്ടി പോയി ഇറച്ചി മേടിച്ച് അരിയിച്ച് കൊണ്ടുവന്ന് വേവിക്കുക. രാവിലെ കൊത്തിറച്ചി എടുക്കത്തില്ല, അവിടെ തൂക്കി വാങ്ങിച്ചിട്ട് അരിയിക്കും. അരിയിച്ചും ചെയ്തു. 15 വർഷമായിട്ട് ഇത് തന്നെ സ്ഥിരം പരിപാടി. ഇതിനിടയ്ക്ക് കാലത്തെ ദോശ കാണും. ഇന്നേ ദോശയൊന്നും ചുട്ടില്ല, സമയം പോയായിരുന്നു. ഇറച്ചിക്ക് പോയിട്ട് എത്ര മണി വരെ കാണും? വൈകിട്ട് 7 മണി വരെ ഉണ്ട്. 7 മണി വരെ. ഒരു ദിവസം എത്ര കിലോ ഇറച്ചിയുടെ? 5-6 കിലോ എടുക്കുമല്ലോ ചിലപ്പോ. 5-6 കിലോ ഇറച്ചിയേ വരത്തുള്ളൂ. കപ്പ എത്ര കിലോ വരെ? കപ്പ 10 കിലോ കൂടുതൽ വാഴും. പാഴ്സലൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോ 8 കിലോ ഇറച്ചിയൊക്കെ എടുക്കും. ഇത് എടുത്തില്ല. ഇത്
കടകളൊക്കെ അടവല്ലയോ ഇതൊക്കെ ഇന്ന് മൊത്തം അവധിയായിരുന്നു. ഇന്ന് തുറന്നും പോയി എനിക്കങ്ങ് പേടിയായി പോയി. ബന്ധൊക്കെ വന്നപ്പോ ഇപ്പൊ പേടിയാ. മറ്റേത് പണ്ട് ഇവിടെ തുറക്കുമായിരുന്നു കട, പുറത്തെ കടയായപ്പോ തുറക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ തുറക്കാൻ പേടി. ചട്ടമ്പികളുള്ള കാലമല്ലേ, അന്നത്തെ ചന്തത്തെ കാലമാണോ. കപ്പ കുറച്ച് വേവിക്കും നേരത്തെ, രണ്ടോ മൂന്നോ വട്ടമായിട്ട് കുറച്ച് വേവിക്കത്തേ ഉള്ളൂ. ഇറച്ചി എത്ര വേവിക്കത്തുള്ളൂ. ഇത് മഞ്ഞൾ ഇട്ടാന്നോ? മഞ്ഞളും ഉപ്പും ചേർത്തത് വേവിക്കും. മഞ്ഞളും ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കും. വിറകടുപ്പാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വിറകടുപ്പിൽ ഉള്ള പാചകം മാത്രമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്യാറായിരിക്കുന്ന ഇവിടുത്തെ വ്യത്യസ്തമായ കൂട്ടുകളായതുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു കട തിരക്കി വരുന്നത്. അവിടെ കപ്പയൊക്കെ പാകമായിരിക്കും. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യുന്നു. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാം തീരുമായിരിക്കും അല്ലേ? ഒരുമാതിരിയൊക്കെ തീരുമാനേ. 7 മണി വരെ കാണും. ബീഫിന് എന്തൊക്കെയാ ചേർക്കുന്നത്? ബീഫിന് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും വെളുത്തുള്ളിയും. എത്ര മണിക്കൂർ ഈ അടുപ്പിലിരുന്ന് വിറകടുപ്പിലിരുന്ന് വേവും? ഇത് എപ്പോഴും ചൂടായിട്ട് തന്നെ നടക്കുമോനെ. ഈ വിത്ത് കഴിയുമ്പോഴേ അതിലൊക്കെ സമയം നോക്കിയിട്ടില്ല. എപ്പോഴും ചൂടായി കിടക്കും ഈ വിറകടുപ്പിലോട്ട് തീ അണയുമ്പോ എന്തെങ്കിലും വിറവ് വെച്ച് കൊടുക്കും. അതില് ഈ വിറകടുപ്പാകുമ്പോ പ്രത്യേക ടേസ്റ്റാ അല്ലേ? പിന്നെ ഇവിടെ ഗ്യാസിലൊക്കെ വെച്ചാലേ വെത്തളിച്ച് കുറച്ച് പോവുകയില്ലേ, ഇതൊക്കെ പോത്തില്ലല്ലേ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് വയസ്സൊക്കെ പറഞ്ഞ 74 വയസ്സായി. അതെ, 74 വയസ്സായി. 74 വയസ്സിലും ഈ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വൈകിട്ട് 6 മണി 7, 7:30 ആവും വീട്ടിൽ ചെല്ലുമ്പോ. പിന്നെ ആഹാരം കഴിച്ച് ചെന്നൊക്കെ കിടക്കുക. അമ്മ സ്ഥിരം ഈ കപ്പയും ബീഫും ആണ് കഴിക്കുന്നത്? അതോ ഞാൻ കഴിക്കത്തില്ല. രണ്ടും ഉപ്പോരും നോക്കത്തില്ല. ഞാൻ ബാട്ടിറച്ചി കൂട്ടത്തില്ല. കോഴിയിറച്ചി കൂട്ടുമായിരുന്നു. ഇപ്പൊ കോഴിയിറച്ചിയും വേണ്ട, മീൻകറിയും വേണ്ട, എല്ലാം വെറുത്ത് വരുവാ. ഞങ്ങളുടെ കുടുംബത്തൊക്കെ ആരും ഇത് കഴിക്കുന്നവരല്ലായിരുന്നു പണ്ടത്തെ കാലത്തെ. എന്റെ അച്ഛനും അമ്മയും ഒന്നും കഴിച്ചിട്ടില്ല. പണ്ടുപോലെ കഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. 2.5 ലക്ഷം രൂപയായി കറണ്ട് എടുത്തത് ഉൾപ്പെടെ കടക്ക് കയറി. ഇതിനൊക്കെ കച്ചവടമൊന്നും വലുതായിട്ടില്ലായിരുന്നു. എന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നു ഇത്. വേണ്ട 2 പ്ലേറ്റിൽ തയ്യാറായ കപ്പയും ബീഫും പഴംപൊരിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മയുടെ ഈ കൈപ്പുണ്യം, ഈ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കപ്പയും ബീഫും കൂടെ ചേർത്ത് എത്ര രൂപ? ഏത്തക്കപ്പം കൂടെ ചേർത്ത് 150 രൂപ. ഏത്തക്കപ്പോടെ ചേർത്ത് 150 രൂപ. ബീഫ് മാത്രമാണെങ്കിൽ എത്ര രൂപ? 100 രൂപ. 100 രൂപ. കപ്പയ്ക്ക്? കപ്പ 40 രൂപ. 10 രൂപ ഏത്തക്കപ്പം. ഈ ഏത്തക്കപ്പവും ബീഫും കഴിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നവര് എല്ലാരും ഒന്ന് കപ്പ വാങ്ങിക്കാതെ ഈ 2-3 ഏത്തക്കപ്പം വാങ്ങിച്ച് കഴിച്ചിട്ടാകും. അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതൊന്നും നമ്മള് കഴിച്ചിട്ടില്ല. ഞാൻ ഏത്തക്കപ്പം കിട്ടും. അമ്മ ഇതുവരെയും ബീഫ് കഴിച്ചിട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അമ്മയുടെ ആ മനസ്സിലെ ആ ഒരു കണക്കാണ്. അതായത് ആ ഉപ്പ്, പിന്നെ മുളക്, ഇങ്ങനെയുള്ള ഇതിന്റെ ചേരുവകളെല്ലാം, മസാലക്കൂട്ട് ഉൾപ്പെടെ എല്ലാം മനസ്സിലെ ഒരു അളവാണ്. ബീഫൊക്കെ കാണോ വിറകടുപ്പിൽ ഇരുന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആണ്. നല്ല പഞ്ഞി പോലെ ആണോ പൊടിഞ്ഞു വരുന്ന. ആദ്യം അത് തന്നെ ചുമ്മാ അല്ല ആൾക്കാർ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴംപൊരിയും ബീഫും കൂടുതൽ കഴിക്കാൻ തോന്നും. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഒന്നും പറയാല്ല, അസാധ്യ ടേസ്റ്റാ.
ഇവിടെ വന്ന് കപ്പയും ബീഫൊക്കെ കഴിച്ച ഒരുപാട് പേർക്ക് അറിയാം ഇവിടുത്തെ ടേസ്റ്റ് ഏതാണോ. ഇത് ആരെങ്കിലും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് വരുവാ. ഇവിടെ വന്ന് നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു പോവാ. കൈപ്പണ അച്ചാതി കേട്ടോ. കഴിഞ്ഞാല് അമ്മ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിന്റെ ചേരുവകളല്ല, മസാല കൂട്ട് ഉൾപ്പെടെ എല്ലാം അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ സ്പോട്ട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ തിരുവനന്തപുരം റോഡില് കോഴിക്കോട് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഉള്ളിലോട്ട് കയറി വരുന്ന ഒരു വഴിയാണ്. ഓട്ടോ സ്റ്റാൻഡിന്റെ തൊട്ടിപ്പുറത്താണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് പഴംപൊരിയും ബീഫും കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് അടിപൊളിയാണ്. ഒന്നുകൂടെ നമ്മൾ കഴിച്ച് എന്നിട്ടും മതി വരുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്. വല്ലപ്പോഴും വരാറ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ബീഫൊക്കെ നല്ല ബന്ധില് വിറകടുപ്പിൽ ചെയ്യുന്നതായോണ്ടാണോ ഒരു ടേസ്റ്റ് ഇല്ലേ? ഞാൻ വൈകിട്ട് ഒന്ന് അറിയിച്ചു. പക്ഷെ എല്ലാ കടകളും തുറക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. വലിയ വലിയ മുതലാളി പേര് തുറക്കത്തില്ല. 1000 കട തുറന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കട തുറക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യക്കാർക്ക് കട തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. മോളും കൂടെ ഇറങ്ങി വരുമായിരുന്നു സഹായിക്കാം. അത് കാലൊന്നും വയ്യ. ഇത് മുട്ടിന് തേയ്മാനം ഒക്കെയാ. മൂത്ത പോക്കള കൂടാ ഞങ്ങള് താമസിക്കുന്നതേ. അമ്മ തന്നെ അരിയൊക്കെ ചെയ്യുന്നല്ലേ? അല്ല, അച്ഛൻ അരിഞ്ഞു വരും. കൈ ഒടിഞ്ഞതാ മോനെ. കൈ എന്ത് ചെയ്ത്? ഞാൻ ഇറച്ചിക്ക് പോയ വണ്ടി മറിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് എന്റെ കൈ ഒടിഞ്ഞ് കമ്പിട്ടേക്കുവാ. അതുകൊണ്ടാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തൂത്ത് കളയാം.